നമ്മൾ വായിക്കുന്നു. ഇത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 33-34 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് സ്ക്രീനിൽ നോക്കി. ഹെബ്രായ ലേഖനം 11:33 നമുക്ക് ചേർന്നൊന്ന് വായിക്കാം. വലതുകരം ഉയർത്തി. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തിയാർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. ഒരിക്കൽ കൂടെ ചേർന്ന് നമുക്കൊന്ന് വായിക്കാം. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി. ഇത് വചനമാണ്, ഇത് വെറും വാക്കല്ല, ഇതൊരു കഥയല്ല, ഇത് സത്യമാണ്. വചനമാണ് സത്യം. യോഹന്നാൻ 17:17 നാം വായിക്കുകയാണ്. നാം സത്യമാണ് ആവർത്തിക്കുന്നത്. യേശുവിൻ്റെ വാഗ്ദാനങ്ങളാണ് നമ്മൾ ആവർത്തിക്കുന്നത്. നമുക്ക് ചേർന്ന്. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായകൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തിയാർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. പരിശുദ്ധനായ ദൈവമേ, ഈ വചനത്തിന്റെ ശക്തി ഈ നിമിഷം എന്നിൽ നിവൃത്തിയാവട്ടെ. ഈ വചനത്തിന്റെ വാഗ്ദാനങ്ങൾ എന്നിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കളിലും യാഥാർത്ഥ്യമാകട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ, രാജ്യങ്ങൾ പിടിച്ചടക്കാനുള്ള ശക്തി എൻ്റെ വിശ്വാസത്തിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീതി നടപ്പാക്കാൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിംഹങ്ങളുടെ വായ പൂട്ടാൻ ഏത് തീവ്ര പ്രതിസന്ധിയാണോ അങ്ങിലുള്ള വിശ്വാസത്തിലൂടെ അതിന്ന് കരകയറാൻ സാധിക്കുമെന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. അഗ്നിയുടെ ശക്തി വിശ്വാസത്തിന് കെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെടാൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ബലഹീനതയിൽ നിന്ന് ശക്തിയാർജിക്കാൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യുദ്ധത്തിൽ ശക്തന്മാരാകാൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിദേശ സേനകളെ കീഴ്പ്പെടുത്താൻ വിശ്വാസത്തിന് സാധിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 11:33 മുതൽ 34 വരെ നമ്മൾ അറിയണം എന്താണ് ഹെബ്രായ ലേഖനം. ഇത് യഹൂദരുടെ ഗ്രന്ഥമാണ്, യഹൂദരെ കുറിച്ചുള്ള ഗ്രന്ഥമാണ്. ഇവരുടെ ചരിത്രത്തിൽ, യഹൂദ ജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടത് അവർ എഴുതി വച്ചിരിക്കുകയാണ്. എന്താണ് ഈ യഹൂദ ജനതയിൽ സംഭവിച്ചത്? ഒരേ ഒരു കാര്യം മാത്രമേ ഇവരിൽ നിന്ന് ദൈവം ആവശ്യപ്പെട്ടുള്ളൂ: വിശ്വസിക്കുക. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോ പറഞ്ഞല്ലോ, ഇത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യമാണ്. നിനക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. ദൈവം നമ്മിൽ നിന്ന് വിശ്വസിക്കുന്നത് ഒരു കടുകുമണിയോളം വിശ്വാസം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൂർ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് എല്ലാറ്റിൻ്റെയും പിന്നെ പ്രവർത്തിക്കുന്നത്. ഏറ്റവും എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണ്, അച്ഛനെന്ത് തോന്നുന്നു, ബൈബിൾ ഇത്രയും വചനങ്ങളുണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ വചനം ഏതാണെന്നാണ് അച്ഛന് തോന്നുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ അപ്പോൾ തന്നെ പറയും യോഹന്നാൻ 1:12. യോഹന്നാൻ 1:12. എന്താണ് ഈ വചനം? ഈ വചനത്തിന് നമുക്കറിയാം എല്ലാ വചനവും പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതിൻ്റെ കാതൽ എന്താണ്? ഇതിൻ്റെ കാതൽ മനുഷ്യരായ നമ്മോട് ദൈവവചനം പറയുകയാണ്, തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവിടെ നമ്മോട് പറയുന്നത്, നീ എന്നിൽ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വാസിയുടെ മുമ്പിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. വിശ്വാസികളുടെ മുമ്പിൽ രാജ്യങ്ങൾ കീഴടങ്ങി. വിശ്വാസിയുടെ മുമ്പിൽ രോഗികൾ സുഖപ്പെട്ടു. വിശ്വാസിയുടെ മുമ്പിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും തോരാതെ ദൈവം വർഷിക്കുകയാണ്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരു വിശ്വാസി ദൈവമകനായി ദൈവമകളായി ജനിക്കുകയാണ്. വിശ്വാസമാണ് നമ്മെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാക്കുന്നത്. യോഹന്നാൻ എഴുതി വെച്ചല്ലോ, എന്തിനാണ് അദ്ദേഹം സുവിശേഷം എഴുതിയത്? മർക്കോസ്, മത്തായി, ലൂക്ക ഇവർ സുവിശേഷം എഴുതിയതിന് ശേഷമാണ് യോഹന്നാൻ എഴുതുന്നത്. യോഹന്നാൻ ഒരേ ഒരു ഉദ്ദേശം മാത്രം അദ്ദേഹം എഴുതി വയ്ക്കുകയാണ്,
എന്തിനാണ് അദ്ദേഹം സുവിശേഷം എഴുതിയതെന്ന് ഇത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ യോഹന്നാൻ തോമാശ്ലീഹായോട് പറയാണ്. 20:31 നമുക്ക് വായിക്കാം. 20:31 യോഹന്നാൻ 20:31 എന്തിനാണ് സുവിശേഷം എഴുതിയത് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിശ്വസിക്കാൻ വേണ്ടിയാണ്. വിശ്വസിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ചേർന്ന് നമുക്കൊന്ന് വായിക്കാം. ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. വിശ്വസിക്കുന്നവർ പുതിയ സൃഷ്ടികളായി മാറുന്നു. വിശ്വസിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവുകയാണ്. നമ്മൾ ഒരു സംഭവം വായിക്കുകയാണ്. പലരും ചോദിച്ചിരിക്കുന്നൊരു ചോദ്യമാണ്. നമുക്കറിയാം, ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ അനേകർ സൗഖ്യം പ്രാപിക്കാറുണ്ട്, ശാരീരികമായ സൗഖ്യം. പക്ഷേ അനേകർ സൗഖ്യം പ്രാപിക്കാറില്ല. ഇപ്പോൾ ഒരിക്കൽ ഒരാൾ വന്ന് രഹസ്യത്തിൽ ചോദിച്ചതാണ്, ഇത് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സുഖപ്പെടുന്നത് എന്ന് അച്ഛനൊന്ന് എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ, അതൊന്ന് പറഞ്ഞു തരാമോ എന്നൊരാൾ ചോദിച്ച് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇന്ന വ്യക്തികൾ സുഖപ്പെടുന്നത് എങ്കിൽ എന്നാൽ ചില വ്യക്തികൾ സുഖപ്പെടുന്നില്ല. എല്ലാവരും ഒരേ ശുശ്രൂഷയിലാണ് ഇരിക്കുന്നത്, എല്ലാവരും വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല രോഗികളുണ്ട്. ചിലർ സുഖപ്പെടുന്നു, ചിലർ സുഖപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ചിലർ സുഖപ്പെടുകയും ചിലർ സുഖപ്പെടാതിരിക്കുകയും ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീയെക്കുറിച്ച് വായിക്കുകയാണ്. മത്തായി 5:34 നമ്മളിങ്ങനെ വായിക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, മത്തായിയുടെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം, മർക്കോസ് 5:34 നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഒരു രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയെ കണ്ടെത്തുകയാണ്. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തിയായിരിക്കുക, നിന്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ നടന്നു പോകുന്ന സമയത്ത് അനേകർ തിക്കി തിരക്കി ഈശോയെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈശോയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളറിയണം, ഒരേ ഒരു വ്യക്തി മാത്രമാണ് സൗഖ്യം പ്രാപിച്ചത്. ഈ വ്യക്തിയാകട്ടെ ഒരു രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ മാത്രം. 100 കണക്കിന് ആൾക്കാർ ഈശോയെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു സ്ത്രീ മാത്രം സൗഖ്യം പ്രാപിക്കുകയാണ്. ഈശോ പറഞ്ഞു, ആൾക്കാർ ചുറ്റിക്കൂടി നിൽക്കുകയാണ്. ഈശോ പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു. ശിഷ്യന്മാർക്ക് ചിരി വന്നു, അവർ കളിയാക്കാൻ തുടങ്ങി. ഒരാളല്ല ഈശോയെ, 100 കണക്കിന് ആൾക്കാരാണ് ഇവിടെ ചുറ്റും കൂടി നിൽക്കുന്നത്. അനേകം പേർ നിന്നെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഒരാൾ നിന്നെ സ്പർശിച്ചു എന്ന് പറയുക? ഈശോ പറഞ്ഞു, ഇതാ ഒരാൾ വിശ്വാസത്തോടെ എന്നെ സ്പർശിച്ചിരിക്കുന്നു. ഇനി എന്ന ശക്തി ആ വ്യക്തിയിലേക്ക് പുറപ്പെട്ടു. അതാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഒരു സമൂഹത്തെ സുഖപ്പെടുത്തുന്നത്, ഒരു വ്യക്തിയെ സുഖപ്പെടുത്തുന്നത്? വിശ്വാസമാണ്. നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അനേകർ ഈശോയെ തൊട്ടു, പക്ഷെ അവർക്ക് വിശ്വാസമില്ലായിരുന്നു. ഏത് വ്യക്തിയാണോ വിശ്വാസത്തോടെ തൊട്ടത്, ആ വ്യക്തി സൗഖ്യം പ്രാപിച്ചു. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈശോയ്ക്ക് ഈ വചനത്തിലൂടെ തന്നെ നിങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും. നിങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള തലവേദന എടുത്തു മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ വയറുവേദന എടുത്തു മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ നടുവേദന എടുത്തു മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ പല രീതിയിലുള്ള രോഗപീഠകൾ എടുത്തു മാറ്റാൻ സാധിക്കും, വിശ്വസിച്ചാൽ. യോഹന്നാൻ 11:40 ഈശോ കൃത്യമായി ലാസർ മരിച്ചു കിടക്കുന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് ഈശോ മാർത്തായോടും മേരിയോടും പറയുകയാണ്, ഒരേ ഒരു കാര്യം, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ. പ്രിയപ്പെട്ട ഒരു വിശ്വാസിയുടെ മുമ്പിൽ ദൈവം ചെയ്യാത്ത അത്ഭുതങ്ങളൊന്നുമില്ല. അവരുടെ മുമ്പിൽ രാജ്യങ്ങൾ കീഴടങ്ങും. അവരുടെ മുമ്പിൽ മരിച്ചവർ ഉയർത്തെഴുന്നേക്കും. അവരുടെ മുമ്പിൽ രോഗികൾ സുഖപ്പെടും. അവരുടെ മുമ്പിൽ പിശാച് ബാധിതർ സൗഖ്യമുള്ളവരായി മാറും. ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റുന്നത്. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം. അപ്പസ്തോലന്മാർ വന്ന്, ഫരിസേയരും സദൂക്കായരും വന്ന്
എന്തൊക്കെ പ്രവൃത്തി ചെയ്താലാണ് ദൈവം പ്രസാദിക്കുക എന്നറിയാൻ ഈശോയോട് വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ അവരോട് ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. യോഹന്നാൻ 6:29, ഇതാ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി, ഇതൊരു പ്രവൃത്തി പോലുമല്ല, ഒരേ ഒരു കാര്യം, വിശ്വസിക്കുക, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുക. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട്. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. നമ്മളെല്ലാവരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ ഈശോ നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രവൃത്തി എന്താണ്, നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ ഈ വചനം കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അതിയായ ആഴമായ ദൈവസ്നേഹമുള്ളവരാണ്. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയണം, ദൈവത്തെക്കുറിച്ച് കൂടുതൽ അനുഭവിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട ഒരു ശക്തമായ അനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ സമയത്ത് ഇത് തുറന്നു വെച്ച്, സോഷ്യൽ മീഡിയ തുറന്നു വെച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ യാത്ര ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ എന്നാലും ദൈവവചനമാണോ നിങ്ങൾക്കത് കേൾക്കണമെന്നൊരു ആഗ്രഹം. അപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് എപ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു പ്രവൃത്തി എന്താണ്? അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇതൊരു പ്രവൃത്തിയാണോ പ്രിയപ്പെട്ടവരെ? വിശ്വസിക്കുക. വിശ്വാസിയുടെ മുമ്പിൽ ദൈവം എല്ലാ വാതിലും തുറക്കും. ഒരാൾ വിശ്വസിച്ചാൽ ആ വ്യക്തിയിലൂടെ ആ കുടുംബവും തലമുറയും മക്കളും മക്കളുടെ മക്കളും വീണ്ടെടുക്കപ്പെടും. ഒരു വ്യക്തി വിശ്വസിച്ചാൽ മതി. അപ്പസ്തോല പ്രവർത്തനം 16:31 അപ്പസ്തോലന്മാരായ പൗലോസും സീലാസും അവിടെ ഉണ്ടായിരുന്ന തടവറക്കാരോടെല്ലാം വചനം പറഞ്ഞു. പ്രധാനപ്പെട്ട ഈ വചനം ഇതാണ്. അപ്പസ്തോല പ്രവർത്തനം 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീ മാത്രമല്ല, നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് ഏറ്റുപറയാം. വലതുകരം ഉയർത്തി എല്ലാവരും ഏറ്റുപറയുക. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത മക്കളുണ്ടോ? നിങ്ങളെ ധിക്കരിക്കുന്നവരുണ്ടോ? പള്ളിയിൽ പോകാത്തവരുണ്ടോ? ദൈവത്തെ തള്ളിപ്പറയുന്നവരുണ്ടോ? ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പോലും ആവർത്തിച്ച് ഊരിടുന്ന മക്കളുണ്ടോ? നിങ്ങൾ ഭയപ്പെടേണ്ട. നീ വിശ്വസിച്ചാൽ നീ മാത്രമല്ല, നിന്റെ മക്കളും തലമുറകളും രക്ഷിക്കപ്പെടും. ഒരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് കെനിയയിൽ നിന്നാണ്. കാരണം ഞാൻ അവിടുത്തെ മിഷണറി ആയിരുന്നു 8 വർഷം. അവിടെ ഞങ്ങൾക്ക് എല്ലാ മാസത്തിൻ്റെ അവസാനവും ധ്യാനമുണ്ട്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് അവിടെ വചനപ്രഘോഷമുണ്ട്, എല്ലാ ദിവസവും. ഇപ്പോൾ ഒരു സ്ത്രീ മൊംബാസ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ സ്ത്രീ വരുന്നത്. അതൊരു 10 മണിക്കൂർ യാത്ര ചെയ്താലാണ് നൈറോബിയിലെത്താൻ പറ്റുള്ളൂ. നൈറോബിയിലാണ് ഞങ്ങളുടെ ധ്യാന കേന്ദ്രം. മൊംബാസ ഒരു പോർട്ട് സിറ്റിയാണ്. 10 മണിക്കൂർ യാത്ര ചെയ്യണം അന്ന് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സ്ത്രീ, ഈ അമ്മ എല്ലാ ധ്യാനത്തിനും വരും. അപ്പം നമ്മുടെ എല്ലാ ധ്യാനങ്ങളും തന്നെ ഏകദേശം ഒരേപോലെയുള്ള ധ്യാനമാണ്. പക്ഷെ എന്നാലും ഈ സഹോദരി കഷ്ടപ്പെട്ട് ഈ ധ്യാനത്തിന് വരും. അപ്പോൾ ആദ്യമൊക്കെ ധ്യാനം കൂടും. പിന്നെ അത് കഴിഞ്ഞ് മിക്കവാറും ഞങ്ങളുടെ വചനപ്രഘോഷങ്ങളെല്ലാം ഈ സ്ത്രീക്ക് കാണാപ്പാടമായി. എല്ലാ വചനപ്രഘോഷത്തിന് ശേഷം ആൾ വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വചനം വാങ്ങിക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ പ്രശ്നം ഇതാണ്. ഈ സ്ത്രീ പറഞ്ഞു, എൻ്റെ മകള് വിശ്വാസമില്ല, പള്ളിയിൽ പോവില്ല, 34 വയസ്സായി, കല്യാണം കഴിച്ചിട്ടില്ല, ഭർത്താവില്ല, മക്കളില്ല, ഒരു പബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ലബ്ബ്, പബ്ബ് അതെല്ലാം ചേർന്ന് മദ്യം വിൽക്കുകയും അതൊക്കെ ചെയ്യുന്ന നൈറ്റ് ക്ലബ്ബ്, ഡാൻസ് അതൊക്കെ നടത്തുന്ന ഒരു ഇമ്മോറൽ പ്ലേസാണ്. അപ്പോൾ ആൾക്ക് പൈസയുണ്ട്, അതുകൊണ്ട് തന്നെ ദൈവത്തെ വേണ്ടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ അമ്മയായിട്ട് ഒത്തിരി പ്രാർത്ഥിക്കും. പക്ഷേ ഈ മകളുടെ ഈ ദുരവസ്ഥ കണ്ടിട്ട് അമ്മ എന്തു പറഞ്ഞാലും മകൾ ചെയ്യില്ല. നേരെ ഓപ്പോസിറ്റ്. വിശ്വാസമില്ല, ദൈവത്തെ തള്ളിപ്പറയും, പള്ളിയിൽ പോവില്ല, ഞായറാഴ്ച പോലും ഈ ക്ലബ്ബും തുറന്നു വച്ചിരിക്കും, രാത്രി സഹിതം. അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖമാണ്. ഈ മകളോട് എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. പക്ഷേ ഈ അമ്മയാവട്ടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. അമ്മ എല്ലാ ദിവസവും വന്ന് പറയും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇനി നിന്റെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണോ? നാം വായിക്കുന്നു യെശയ്യാ 54:13 നാം വായിക്കുകയാണ്. യെശയ്യാ 54:13. പ്രിയപ്പെട്ട, ഇതൊക്കെ ദൈവവചനമാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവം വ്യാജം പറയാത്തവനാണ്. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. നമുക്ക് നേറ്റു പറയാം, പ്രത്യേകിച്ച് മക്കളെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കൾ ചേർന്ന് ഈ വചനം ഏറ്റു പറയുക. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ഇത് ദൈവമാണ് പറയുന്നത്. അവിടുന്ന് പഠിപ്പിക്കും. എന്നിട്ട് വീണ്ടും ഈ സഹോദരിയോട് ദൈവം പറഞ്ഞു കൊടുത്തു. യെശയ്യാ 49, 24, 25 വാക്യങ്ങൾ. യെശയ്യാ 49, 24, 25 വാക്യങ്ങൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ.
ശത്രുവിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. ശക്തനിൽ നിന്ന് ഇരയെയോ സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ വിടുവിക്കാൻ കഴിയുമോ? കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നമുക്കൊന്ന് ഏഴ് പ്രാവശ്യം ഏറ്റു പറയാം. നിന്റെ മക്കളെ, എൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. എല്ലാവരും ചേർന്ന്, എൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും, 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 എൻ്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ഒരു വചനമാണ്. ശക്തനിൽ നിന്ന് ഇരയോ, എന്താണ് ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, നിന്റെ മകൻ, നിന്റെ മകൾ ഒരു ഇരയായി, ഒരു വിക്ടിമായി, ചിലപ്പോൾ ഗെയിംസിനായിരിക്കാം, ക്ലബിനായിരിക്കാം, പബ്ബിനായിരിക്കാം, പ്രത്യേക തെറ്റായ ബന്ധത്തിനായിരിക്കാം ഇരയായി പിടിക്കപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ. സ്വേച്ഛാധിപതിയിൽ നിന്ന് അടിമകളെയോ, നിന്റെ മകൾ, നിന്റെ മകൻ ഒരു അടിമയാണ്. മദ്യത്തിന്, മയക്കുമരുന്നിന്, തെറ്റായ ബന്ധങ്ങൾക്ക്, തെറ്റായ ആശയങ്ങൾക്ക്, ദൈവവിശ്വാസമില്ലായ്മയ്ക്ക് അടിമയാണ്. അവനൊരു തെറ്റായ സേറ്റനിക് കൾട്ടിൽ ചെന്ന് കിടക്കുകയാണ്. ഹൊറോസ്കോപ്പിനും പാമിസ്ട്രിക്കും ഒക്കൽറ്റിനും അടിമയാണ്. അവനെ വിടുവിക്കാൻ കഴിയുമോ? ദൈവം ചോദിക്കുകയാണ്. ഇത് ദൈവവചനമാണ് പ്രിയപ്പെട്ടവരെ. കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാവരും ചേർന്നേറ്റ് പറയുക, കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. കഴിയും, കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവിന് കഴിയും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. ദൈവവചനം പറയുകയാണ്, നിന്നോട്, നിന്റെ മക്കളോട് പോരാടുന്നവരോട് ഞാൻ തന്നെ പോരാടും, നീ വിശ്വസിക്കുക. ഈ സഹോദരിയോട് പറഞ്ഞു, ഈ വചനം എല്ലാ ദിവസവും 5 പ്രാവശ്യം ഏറ്റുപറയുക, വിശ്വാസ പ്രമാണം ചേർത്ത്. ഈ സഹോദരി ഈ വചനം ആവർത്തിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാ ധ്യാനത്തിനും വരും ഈ സഹോദരി ഈ വചനം, ദൈവവചനം പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. 2007 ഈ സംഭവം. 2007 കഴിഞ്ഞ് 2014, ഏകദേശം 7 വർഷത്തിന് ശേഷം ഈ സഹോദരി എല്ലാ ധ്യാനവും തന്നെ, കഴിയുന്ന എല്ലാ ധ്യാനവും കൂടും. യാത്ര ചെയ്ത് വന്നിട്ടാണ് ഈ സഹോദരി ധ്യാനം കൂടുന്നത്. 2014 ഈ സഹോദരി ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഇടയ്ക്ക് വന്ന് വചനം വാങ്ങിക്കുന്നൊരു സഹോദരിയാണ്. ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മകളെ ഞങ്ങൾക്ക് അവിടെ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ധ്യാനത്തിന് ശേഷം ഞങ്ങൾ പുതിയ ടീം മെമ്പേഴ്സിനെ എടുക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, ഗാന ശുശ്രൂഷയ്ക്ക്, ഓഫീസ് ഇതിനു വേണ്ടിയിട്ട്, കിച്ചൺ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട്, അവിടെയുള്ള മറ്റ് വോളണ്ടിയർ വർക്കിന് വേണ്ടിയിട്ട് കസേര അറേഞ്ച് ചെയ്യുക, ക്ലീൻ ചെയ്യുക, അങ്ങനെയെല്ലാം ധ്യാനം കൂടുന്ന ഒത്തിരി പേർക്ക് ദൈവ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു ദൈവിക സ്പർശം ഇവർക്ക് ലഭിക്കാറുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴും പുതിയ പുതിയ അംഗങ്ങളെ ഞങ്ങൾ ഈ ധ്യാന ശുശ്രൂഷയിലേക്ക് കൂട്ടിച്ചേർക്കും. അങ്ങനെ ഒത്തിരി പുതിയ ആളുകളുണ്ട്. അവിടെ 100-100ഓളം മധ്യസ്ഥ പ്രാർത്ഥനക്കാർ തന്നെയുണ്ട്. ഗാന ശുശ്രൂഷയ്ക്ക് തന്നെയുണ്ട് 10-60 ചെറുപ്പക്കാർ. അതേപോലെ തന്നെ ഓഫീസ് വർക്ക്, വോളണ്ടിയർ വർക്ക്, അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ചെയേഴ്സ്, ക്ലീനിങ്, അതിനെല്ലാം പുതിയ പുതിയ ആളുകൾ വോളണ്ടിയറായിട്ട് വരും. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ കൂട്ടിച്ചേർക്കുക. അത് പല ധ്യാനങ്ങൾ കൂടിയവരെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൂട്ടിച്ചേർക്കുക. അപ്പോൾ ഈ അമ്മ 2007 മുതൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന അമ്മയാണ്. 2014 ആയപ്പോഴാണ് ഞാൻ ഓർക്കുന്നു, ഈ അമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളെ അച്ഛൻ പറഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ എൻ്റെ മകളെ ഉപദേശിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കെങ്ങനെയാണ് ഉപദേശിക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ആൾ പറഞ്ഞു, അതിന് എൻ്റെ മകൾ ഫുൾ ടൈം ഇവിടെയാണ്. ഞാൻ ചോദിച്ചു, മകളുടെ പേരെന്താണ്? അപ്പോൾ ആൾ പറഞ്ഞു, എൻ്റെ മകളുടെ പേര് ഗ്രേസ് എന്നാണ്. ഞാൻ ചോദിച്ചു, ഗ്രേസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സഹോദരിയാണോ? അപ്പോൾ എനിക്ക് അവരുടെ പേര് മാത്രമേ അറിയുള്ളൂ, അവർ എവിടെ നിന്നാണ് വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. ഒത്തിരി പേരുണ്ട്, നമുക്ക് തുടർച്ചയായ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് വ്യക്തിപരമായ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഈ മകളെക്കുറിച്ചാണോ ഇത്? എവിടെ നിന്നാണ് ഈ സഹോദരി വരുന്നത്? ആൾ പറഞ്ഞു, മൊംബാസയിൽ നിന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ സഹോദരിയാണോ എന്നോട് പറഞ്ഞത് മകളെക്കുറിച്ച് ഒരു നൈറ്റ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല? അപ്പോൾ ഈ അമ്മ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അത് ഈ ഗ്രേസ് തന്നെയാണ് അച്ഛാ. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എത്ര നാളെ ഈ സഹോദരി ധ്യാനത്തിൽ വന്നിട്ട്? ഇപ്പോൾ ഒരു 3 വർഷമായി ഈ സഹോദരി ഇവിടെ ഫുൾ ടൈം ധ്യാനത്തിലുണ്ട്. അച്ഛൻ തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അച്ഛൻ ഓർക്കുന്നുണ്ടോ, മൊംബാസയിൽ നടത്തിയ ധ്യാനങ്ങൾ ഗ്രേസാണ് അറേഞ്ച് ചെയ്തത്, അതെൻ്റെ മകളാണ്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറയുന്നു, ഇനി എന്തിനാണ് ജോലി? അപ്പോൾ ആൾ പറയാണ്, എന്നാലും ഇത്രയും മാറിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
എനിക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണമെന്ന്. പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായൊരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരമ്മയുടെ കണ്ണീരിന് വിലയുണ്ട്. പ്രിയപ്പെട്ടവരെ, മോണിക്ക പുണ്യമതി 18 വർഷങ്ങളാണ് കണ്ണീരൊഴുക്കി അഗസ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈ അഗസ്റ്റിൻ വെറുതെ മാനസാന്തരപ്പെട്ടതല്ല. അഗസ്റ്റിൻ ഒരു വൈദികനായി, മെത്രാനായി, വിശുദ്ധനായി, വേദപാരംഗതനായി അത്രമാത്രം കൃപ ഒരമ്മയുടെ കണ്ണീരിലൂടെ ദൈവം അഗസ്റ്റിനിൽ ചൊരിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ നിരാശപ്പെടരുത്. നിന്റെ മകനോ മകളോ ഇന്നൊരു ക്ലബിലോ പബ്ബിലോ ദൈവവിശ്വാസമില്ലാത്തടത്തോ ആണെങ്കിലും നീ ഒരമ്മയെന്ന രീതി, ഒരപ്പനെന്ന രീതിയിൽ ദൈവത്തെ നിരുപാധികം പിൻഗമിച്ചാൽ, സ്നേഹിച്ചാൽ, വിശ്വസിച്ചാൽ നിന്റെ മക്കൾ, തലമുറകൾ വീണ്ടെടുക്കപ്പെടും. ഈ സഹോദരി, ഞാൻ ഓർക്കുന്നു, ഈ ഗ്രേസ് എന്ന് പറഞ്ഞ ഈ സഹോദരി 34 വയസ്സ് കഴിഞ്ഞു. അതിന് ഭയങ്കര തീക്ഷ്ണതയാണ്. കാര്യം ഇത് അത്രമാത്രം ഒരു തെറ്റായ ബന്ധത്തിൽ, തെറ്റായ ആശയത്തിൽ, സമ്പത്തിൽ കുരുങ്ങിക്കെടുക്കുകയാണ്. അപ്പോൾ ഇതിന് ജോലി ചെയ്യാൻ പോലും താല്പര്യമില്ല. പണത്തിൽ കുമിഞ്ഞുകൂടി കിടന്നൊരു സ്ത്രീയാന്ന് ഓർക്കണം. ദൈവം അതിനെ വിടുവിച്ചു ഒരമ്മയുടെ പ്രാർത്ഥനയാൽ. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയാണ് ധ്യാനം കൂടിയുള്ളൂ. ഈ അമ്മ 2007 മുതൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 വർഷം ധ്യാനം കൂടിയപ്പോഴേക്കും പ്രിയപ്പെട്ടവരെ ഈ മകൾക്ക് ഇരിക്കെ പൊറുതിയില്ലാതായി. കാരണം എന്താണ്? നാം വായിക്കുകയാണ്, ഇത് യെശയ്യാ 59:21. എന്താണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലൂടെ സംഭവിക്കുന്നത്? വിശ്വാസം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വലിയൊരു ഉറവയാണ്. ഇത് നിന്നിൽ വെറുതെ അവിടെ കെട്ടിക്കിടക്കുകയില്ല, ഇത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. നാം വായിക്കുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു. ബൈബിൾ പണ്ഡിതന്മാർ പറയും, വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള ഒരേ ഒരു വചനമാണ് കർത്താവ് അരുളി ചെയ്യുന്നു എന്നാരംഭിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്. ഇത് ഒരു ഉടമ്പടി വചനമാണ്. ദൈവവചനം ശ്രവിക്കുന്ന സകലരോടും ദൈവം ചെയ്യുന്ന വലിയ ഒരു ഉടമ്പടി, വലിയൊരു വാഗ്ദാനം. എന്താണത്? ഞാൻ അവരുമായി ചെയ്യുന്ന, ആരുമായി? ദൈവവചനം കേൾക്കുന്ന, ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇതരുളി ചെയ്യുന്നത്. നമുക്ക് നേറ്റു പറയാം ഈ വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് എന്ന് എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം പറയുന്നത്? നീ വിശ്വസിക്കുക. നീ ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിനക്ക് മാത്രമല്ല, നിന്റെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക്, അവരുടെ സന്താനങ്ങൾക്ക്, തലമുറകളിലേക്ക് നീ ഒരു അനുഗ്രഹമായി മാറുകയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ചിലർക്ക് എപ്പോഴും വചനം കൂടുതലാണ്, ധ്യാനം കൂടുതലാണ്, അവർ വീട്ടിൽ പണിയൊന്നും ചെയ്യില്ല, അവർ വചനപ്രഘോഷം വേണ്ടി കേൾക്കും. ഓർക്കുക, നിങ്ങൾ അവരുടെ തലമുറകളെ നോക്കുക, അവരുടെ മക്കളെ നോക്കുക, അവരുടെ മക്കളുടെ മക്കളെ നോക്കുക. അവർ തലമുറകളായി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം ദൈവവചനം, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ യുക്തിക്ക് അപ്പുറമാണ്. ഞങ്ങൾ കുട്ടികളുടെ ധ്യാനം നടത്തുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ആപ്പിളിൻ്റെ അകത്ത് എത്ര വിത്തുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കുട്ടികൾ ചാടി പറയും 2 വിത്ത്, ചിലർ പറയും 3, ചിലർ പറയും അല്ല 4 വിത്ത്, ചിലർ പറയും 5 വിത്ത്. അപ്പോൾ ഞങ്ങൾ പറയും എല്ലാ ഉത്തരവും ശരിയാണ്. ഒരാപ്പിൾ നമ്മൾ മുറിക്കുക, ചിലതിൻ്റെ ഉള്ളിൽ 2 വിത്തായിരിക്കാം, ചിലതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 4 ആയിരിക്കാം, ചിലതിൻ്റെ ഉള്ളിൽ 5 6 ഒക്കെ കാണാം. പക്ഷെ നമുക്കത് എണ്ണാൻ പറ്റും. പക്ഷെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഒരു വിത്തിൻ്റെ അകത്ത്, ഒരു ആപ്പിൾ കുരുവിൻ്റെ അകത്ത് എത്ര ആപ്പിളുണ്ട്? എത്ര ആപ്പിളുണ്ട്? ആര് പറഞ്ഞു അതിപ്പോൾ നമുക്കറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എണ്ണിത്തീരാൻ പറ്റാത്തോണം, ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധം ഒരു വിത്തിൻ്റെ അകത്ത് അനേകം ആപ്പിളുകൾ ദൈവം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ ആപ്പിളിൻ്റെ അകത്ത് ഈശോ പറഞ്ഞു വചനം വിത്താണ്. എന്താണ് ഈ വിത്തിന്റെ പ്രത്യേകത? യെശയ്യാ 55:11. ഇത് ദൈവവചനമാകുന്ന വിത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഫലം പുറപ്പെടുവിക്കാതെ പോവുകയില്ല. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഓർക്കുക, നീ ഒരപ്പൻ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ വചനം കേട്ട് അതിൽ വിശ്വസിച്ചാൽ, വചനം കേൾക്കാത്ത നിന്റെ മക്കൾ പോലും വിശദീകരിക്കപ്പെടും. നീ വിശ്വസിച്ചേറ്റ് പറഞ്ഞാൽ, ഈ ദൈവവചനമാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. 1 മുതലാണ്
ഇത് തളർവാദ രോഗിയെക്കുറിച്ചുള്ള വചനമാണ്. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ആരാണ് ഈ തളർവാദ രോഗി? നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, അച്ഛൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛന് എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ മകനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്താണത്? എൻ്റെ മകന് വിശ്വാസമില്ല, അവൻ പള്ളി പോവാറില്ല, അവൻ പ്രാർത്ഥിക്കാറില്ല, അവൻ അച്ഛന്മാരെ എല്ലാം കുറ്റം പറയും, അവൻ അച്ഛന്മാർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടും, സഭയെ വിമർശിക്കും. അങ്ങനെ ഒരു തരത്തിലും ദൈവവിശ്വാസമില്ലാത്ത ഒരാൾ. ദൈവവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും പുച്ഛം, സഭയോട് പുച്ഛം, വൈദികരോട് പുച്ഛം, മെത്രാന്മാരുടെ പുച്ഛം. അവന് കളിയാക്കലാണ് അവൻ്റെ ശീലം. മദ്യപാനത്തിനടിമയാണ്, ഡ്രഗ് എടുക്കും. അങ്ങനെ പല രീതിയിലുള്ള തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു മകൻ. ഈ മകന് വിശ്വാസമില്ല, അവൻ എല്ലാവരോടും തന്നെ ഒരു പുച്ഛമാണ്. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തുക? നമ്മൾ വായിക്കുകയാണ്, ഇത് ദൈവവചനമാണ്. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യം നമ്മളറിയണം. ഈശോ ഇന്നും ജീവിച്ചിരിക്കുകയാണ്. ജനക്കൂട്ട നിമിത്തം 4 പേര്, പക്ഷേ പ്രിയപ്പെട്ടവരെ, 4 പേർ ഈശോയിൽ വിശ്വസിച്ചു. 4 പേർ. ഇവർ ഈശോയെ കണ്ടു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതും, മരിച്ചവർ ഉയിർപ്പിക്കപ്പെടുന്നതും, രോഗികൾ സുഖപ്പെടുന്നതും, പാപികൾ മാനസാന്തരപ്പെടുന്നതും നേരിട്ട് കണ്ട 4 പേർ. അവർ യേശു ക്രിസ്തുവിൽ ആഴമായി, അഗാധമായി വിശ്വസിച്ചു. അപ്പോൾ ഇവർക്ക് ഓർമ്മ വന്നു, അവരുടെ വില്ലേജിൽ തളർവാദം പിടിപെട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ. ഈ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എന്താണ്? അവന് ദൈവത്തിൽ വിശ്വാസമില്ല. ദൈവത്തെ തള്ളിപ്പറഞ്ഞവൻ, ദൈവത്തെ വെറുക്കുന്നവൻ, തന്നെ തന്നെ വെറുക്കുന്നവൻ, നാട്ടുകാരെ മുഴുവൻ വെറുക്കുന്നവൻ, ആരോടും സ്നേഹമില്ലാത്ത ഒരു വ്യക്തി, തന്നോട് തന്നെ വെറുപ്പുള്ള ഒരു വ്യക്തി, ദൈവത്തോട് വെറുപ്പുള്ള വ്യക്തി. അവൻ ചിന്തിച്ചു, ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ തളർവാദ രോഗിയായി? ദൈവമുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സഹിക്കുന്നു? അവന് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവൻ ആരോടും ഇഷ്ടമില്ല, എല്ലാവരോടും പക, വെറുപ്പ്, വിദ്വേഷം, എല്ലാറ്റിനോടും അവന് പക. പക്ഷെ 4 പേർ വിശ്വസിച്ചു, ഇവൻ എങ്ങനെയുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, യേശു ക്രിസ്തു ഇവനെ 1 മിനിറ്റ് കണ്ടാൽ അവൻ സുഖം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 4 പേർ ഈ മനുഷ്യനെ 4 കയറിൽ കെട്ടി, ഒരു കിടക്കയിൽ കെട്ടി യേശു ക്രിസ്തു വചനം പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നാം വായിക്കുകയാണ്, ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. നമ്മൾ ശ്രദ്ധിക്കുക, ഈ സംഭവം നിങ്ങളൊന്ന് ഭാവനയിൽ കാണുക. യേശു ക്രിസ്തു വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. 4 പേർ, അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത 4 പേർ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന 4 പേർ ഒരു കിടക്കയിൽ 4 കയറിൽ കെട്ടിത്തൂക്കി ഒരു മനുഷ്യനെയും കൊണ്ട് വരികയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈശോയുടെ അടുത്തെത്താൻ പറ്റില്ല. പക്ഷെ അവർ പിൻവാങ്ങിയില്ല. കാരണം എന്താണ്? അവരുടെ വിശ്വാസം അത്രയ്ക്കും വലുതായിരുന്നു. ഈശോ ഇവരെ ഒന്ന് കാണണം, ഒരു നോക്ക് കണ്ടാൽ മതി, അവൻ ചാടി എഴുന്നേൽക്കും. ഇവർക്ക് ആ പൂർണ്ണമായ വിശ്വാസം. അവർ നോക്കിയപ്പോൾ ഒരു മാർഗവുമില്ല, അവർ പിന്മാറിയില്ല. അവർ നോക്കി ഒരേ ഒരു വഴി, ഈശോ ഇവനെ കാണണം, അതിനുള്ള ഒരേ ഒരു വഴി, ഇനി മേൽക്കൂരയിൽ കയറുക. എത്രയോ കഷ്ടപ്പെട്ടായിരിക്കണം പ്രിയപ്പെട്ടവർ ഈ 4 പേർ ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ വലിഞ്ഞു കയറുക. അവർ അതിൻ്റെ ഓടിളക്കുകയാണ്. അവർ നോക്കുകയാണ് താഴേക്ക്, എവിടെയാണ് ഗുരു ഇരിക്കുന്നത്. അവർ കണ്ടു, ഇതാ ഗുരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വിശ്വാസമാണ് ഇവർക്ക്. ഇവർ ആ മേൽക്കൂരയിലെ ഓടിളക്കുകയാണ്. ഓടിളക്കി താഴേക്ക് നോക്കിയപ്പോൾ ഈശോ ഇരിക്കുകയാണ്. അവർ കൃത്യമായി മനസ്സിലാക്കി എവിടെയാണ് ഈശോ ഇരിക്കുന്നത്. അവർ 4 പേർ കൂടി ആ ഓടിളക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, ഈ കിടക്കയുമായി ഈ 4 പേർ ഇവനെ വലിച്ച് മേൽക്കൂരയുടെ മുകളിലേക്ക് കയറ്റിയാണ്. 4 പേര്. ഇവരാരാ നമ്മളറിയണം? വിശ്വാസമുള്ള 4 പേര്. അവർ മുകളിലേക്ക് വലിച്ചു കയറ്റി. എന്നിട്ട് ഈശോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുണ്ട്, അതാ ഒരു കിടക്ക താഴേക്ക് വരുന്നു. ഈശോ നോക്കിയപ്പോൾ ഒരു കിടക്ക താഴേക്ക് വരികയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈശോ നോക്കിയപ്പോൾ വെറും കിടക്ക മാത്രമല്ല, അതിനകത്തൊരു മനുഷ്യൻ. ഇതാ ഈ കിടക്ക താഴേക്ക് വരുന്നു. ഈശോ മുകളിലേക്ക് നോക്കി. 8 കണ്ണുകൾ, പടുകൂറ്റൻ കണ്ണുകൾ, കണ്ണുമിഴിപ്പിച്ച് 4 പേർ നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ 8 കണ്ണുകൾ. ഈശോ ആ 8 കണ്ണുകളെ നോക്കി ആ മനുഷ്യനോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈശോ അങ്ങനെ പറയാൻ കാരണം? ഇവൻ ദൈവത്തെ വെറുത്തവനാണ്, ഇവനെ തന്നെ വെറുത്തവനാണ്, ഇവൻ പാപ കൂമ്പാരത്തിൽ കിടന്നൊരു മനുഷ്യനാണ്. ഇവൻ തളർവാദ രോഗിയാകാൻ തന്നെ ചിലപ്പോൾ കാരണം പാപമായിരിക്കാം. 8 കണ്ണുകൾ നോക്കി 4 പേരുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു,
നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കുക. 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇതാണ്. ഈശോ എന്താണ് അവനോട് പറയുക? മകൻ, അവരുടെ വിശ്വാസം കണ്ട്, ഈ 4 പേരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. നീ ഏത് വിധത്തിലുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ സംഭവത്തിന് ഇന്നും പ്രസക്തിയുള്ളത്? നീ ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നീ ചിലപ്പോൾ മനസ്സ് മടുത്ത വ്യക്തിയായിരിക്കാം, നീ പ്രാർത്ഥിച്ച് തളർന്ന വ്യക്തിയായിരിക്കാം. നിന്റെ മക്കളെക്കുറിച്ച്, മരുമക്കളെക്കുറിച്ച്, മദ്യത്തിന് അടിമപ്പെട്ട നിന്റെ ഭർത്താവിനെ കുറിച്ച്, ചിലപ്പോൾ നിന്നോട് സംസാരിക്കാത്ത വ്യക്തിയെക്കുറിച്ച്, ചില അയൽക്കാരെക്കുറിച്ച്, നിന്നെ നിരന്തരം ഉപദ്രവിക്കുന്നവരെ കുറിച്ച് നീ തളർന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ ഈശോ പറയുക, നിന്റെ വിശ്വാസം മൂലം ഞാൻ ആ വ്യക്തികളുടെ പാപം ക്ഷമിക്കും, അവരുടെ തളർവാദ രോഗത്ത് നിന്ന് ഞാൻ അവരെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ഈശോ പറഞ്ഞു, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, എല്ലാം സാധിക്കും. ഈ 4 പേരുടെ വിശ്വാസം കണ്ട് ഇവന്റെ തളർവാദ രോഗം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പാപക്ഷമ പോലും ദൈവം കൊടുക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇതാ ദൈവം വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ കൊടുക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക, പാപമോചനം ലഭിക്കും. 4 പേരുടെ വിശ്വാസം, അത് ആ വ്യക്തിയുടെ തന്നെ വിശ്വാസമായിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ, നമുക്ക് അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചേ പറ്റൂ. കാരണം ആരെങ്കിലും ഒരാൾ വിശ്വസിച്ചാൽ ആ വ്യക്തിയെ പ്രതി, ആ കുടുംബത്തെ, തലമുറയെ, ആ ജനറേഷനെ തന്നെ ദൈവം വീണ്ടെടുക്കുകയാണ്. സങ്കീർത്തനം 132:12 നാം വായിക്കുന്നുണ്ടല്ലോ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം അനേകരെ സുഖപ്പെടുത്തുന്നു. ഇടത് കൈയുടെ തോളലിന് വേദനയുള്ള ഒരു സഹോദരി ഈശോ സുഖപ്പെടുത്തുന്നു. നടുവേദന മൂലം നേരെ ഇരിക്കാൻ പറ്റാത്തൊരു വ്യക്തി ഈശോ സുഖപ്പെടുത്തുന്നു. വയറ് സംബന്ധമായ വേദനയിൽ നിന്ന് ഈശോ അനേകരെ സുഖപ്പെടുത്തുന്നു. ശ്വാസ തടസ്സമുള്ള വ്യക്തികളെ സുഖപ്പെടുത്തുന്നു. വലത് കാലിൻ്റെ കുഴയ്ക്ക് വേദനയുള്ള വ്യക്തി, നടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി ഈശോ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ഒരു ദൈവവചനത്തിന് അപരിമേയമായ ശക്തിയുണ്ട്. സങ്കീർത്തനം 107:20 നാം വായിക്കുന്നുണ്ടല്ലോ. 107:20 അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. വചനം കേൾക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് സൗഖ്യം അവിടുന്ന് അയക്കുകയാണ്. 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ദൈവവചനം ശ്രവിക്കുക. പ്രിയപ്പെട്ട ഒരു വചനം ശ്രവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വിശ്വാസം കടന്നു വരികയാണ്, സൗഖ്യം കടന്നു വരികയാണ്. നമ്മളൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. ഈശോ പറഞ്ഞു, എന്തുകൊണ്ടാണ് അസ്വസ്ഥത? ഒത്തിരി പേർക്ക് അസ്വസ്ഥതയാണ്. യോഹന്നാൻ 14:1 നാം വായിക്കുകയാണ്. ഈശോ കൃത്യമായി പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എന്നിൽ വിശ്വസിക്കുക, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എല്ലാവരും ചേർന്ന്, അസ്വസ്ഥതയുള്ള എല്ലാവരും പ്രിയപ്പെട്ടവർ ഈ വചനമേറ്റു പറയാം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ വിശ്വാസം കുറവാണ്, നമ്മുടെ വിശ്വാസം പോരാ. ഞാനൊരു ചെറിയൊരു സംഭവം ഓർക്കുന്നത്, ഞങ്ങൾക്കൊരു ധ്യാനമുണ്ടായിരുന്നു സെൻറ്റ് മേരീസ് ചർച്ച് ദുബായിൽ. കുട്ടികളുടെ ധ്യാനമായിരുന്നു ഇത്. കിഡ്സ് എന്ന് പറഞ്ഞാൽ 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളും, അതുപോലെ തന്നെ 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ടീൻസും, കിഡ്സ് ആൻഡ് ടീൻസ്, അവരുടെ ധ്യാനമാണ്. അപ്പോൾ സംഘാടകർ പറഞ്ഞു, കുട്ടികളുടെ അടുത്തും പോയി അച്ഛൻ എന്തെങ്കിലും വചനം പറയണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കുട്ടികളോട് എന്ത് വചനമാണ് പറയുക? കാരണം അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല. എനിക്കാണ് ഈ കുട്ടികളുടെ ഭാഷ, അവരുടെ രീതികളെല്ലാം മാറി, അറിയാനും പാടില്ല. അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും ഒരു ശുശ്രൂഷ പോലെ കുറച്ച് ചെറിയ ചെറിയ കഥകളോ സംഭവങ്ങളോ ഒക്കെ പറയണം. അങ്ങനെ കുട്ടികൾക്കും വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് തന്ന ഒരു ഇൻസ്പിറേഷനാണ്. അപ്പം ഞാൻ ഈ ഇൻസ്പിറേഷൻ അനുസരിച്ച് ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ എത്ര പേര് ദൈവം നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവൻ തന്നു, അത്ഭുതകരമായി ദൈവം ഇടപെട്ടു, മരണത്തിൽ നിന്ന് രക്ഷിച്ചു, അങ്ങനെ വിശ്വാസമുള്ളവർ? ഈ ധ്യാനത്തിൽ ഏകദേശം 1500 പേരാണ്. അതിലൊരു 800 പേര് കിഡ്സാണ്, ബാക്കിയുള്ളവർ ടീൻസ്. അങ്ങനെയാണ് ധ്യാനം. സെൻറ്റ് മേരീസ് ചർച്ച് നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാരീഷാണ്. അപ്പോൾ ഈ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേർക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് വിശ്വാസമുള്ളവരെന്ന് കര ഉയർത്താൻ പറഞ്ഞു. ഒത്തിരി കുട്ടികൾ, പീക്കിരി കുട്ടികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അവർ കൈവക്കി, ഒത്തിരി കുട്ടികൾ.
അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ടീച്ചേഴ്സിനോട് പറഞ്ഞു കുറച്ച് കുട്ടികളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ സാക്ഷ്യം പറയിക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർ പറയുന്നത്, എന്താണ് അവർക്ക് ജീവൻ കിട്ടിയെന്നൊക്കെ പറയുന്നത്, മരിക്കേണ്ടതായിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ വന്ന് കണ്ണീരോടെ ഇവർ പറയുകയാണ്. അവരിങ്ങനെയാണ് പറയുന്നത്. ഒരു 3 സാക്ഷ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് ജ്വലിക്കും. ഒരു കുഞ്ഞ് പറഞ്ഞാണ്, എനിക്കിപ്പോൾ 8 വയസ്സുണ്ട്. 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഞാൻ ഒരു അപകടത്തിൽപ്പെട്ടു, വണ്ടി ഇടിച്ചു, വണ്ടി മുഴുവൻ തകർന്നു പോയി. പക്ഷേ എനിക്കോ പപ്പയ്ക്കോ മമ്മയ്ക്കോ ഒന്നും പറ്റിയില്ല. ഞാൻ ഇന്നും എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഞാനും ചെറുതായിട്ട് അത് ഓർക്കുന്നുണ്ട്, നമ്മൾ മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നിട്ട് ആ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് ആൽബത്തിൽ വെച്ചിട്ടുണ്ട്, തകർന്ന തരിപ്പണമായ വണ്ടി. ഒരു കുഞ്ഞ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് പറയുകയാണ്, ദൈവം യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനാണെന്ന് അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കുഞ്ഞ് പറഞ്ഞതാണ്, ഈ കുഞ്ഞിൻ്റെ തലയിൽ വലിയൊരു വെട്ടുണ്ട്, ഒരു മുറിവ്. എന്നിട്ട് ഈ കുഞ്ഞ് ക്യാമറയുടെ മുമ്പിൽ കൊച്ചു കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഈ മുറിവ് കണ്ടോ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറകിൽ വന്ന കൂട്ടുകാരൻ എന്നെ തള്ളിയിട്ടതാണ്. ടൈൽസിൻ്റെ വക്കിൽ എൻ്റെ ഈ നെറ്റി പൊട്ടി ഇത് മുതൽ പിളർന്നു പോയി, ചോര ഒലിച്ച് എൻ്റെ മുഖം മുഴുവൻ ചോരയായിരുന്നു. ഞാൻ ബോധം കെട്ടുപോയി. എൻ്റെ അപ്പനും അമ്മയും അലറിക്കരഞ്ഞ ആശുപത്രിയിലേക്ക് വന്നു. കഷ്ടിയാണ്, ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു നിമിഷം കൂടെ വൈകിയിരുന്നെങ്കിൽ ചോര വാർന്ന് മരിച്ചേനെ. ഈ കൂട്ടുകാരൻ ഉന്തിയിട്ടു, ഇവനെന്തോ ചോര വരുന്നിട്ട് അവൻ പേടിച്ചോടി, ആരും അറിഞ്ഞില്ല. കുറേ കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ കാണാതെ ഇവർ അറിയുന്നത്. അത്ഭുതകരമായി കുഞ്ഞ് രക്ഷപ്പെട്ടു. കുഞ്ഞ് പറയുകയാണ്, അന്ന് ഈശോ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചു പോയേനെ. ഈശോയാണ് എന്നെ രക്ഷിച്ചത്. വിശുദ്ധ അമ്മ ത്രേസ്യ പറയും, നിന്റെ ജീവിതത്തിൽ നിനക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ടോ, അത് ദൈവിക ഇടപെടലിൻ്റെ സംഭവമാണ്. മറ്റൊരു കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഒരു ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് ഈ ലിഫ്റ്റ് അനങ്ങാൻ തുടങ്ങി. എൻ്റെ കാല് മുറിഞ്ഞു പോകുന്ന അവസ്ഥയായപ്പോഴത്തേക്ക് ആരോ ഓടി വന്ന് ആ ലിഫ്റ്റ് നിർത്തി. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. ഈ കൊച്ചു പറയുകയാണ്, എന്നോട് പറഞ്ഞു, എൻ്റെ പപ്പ പറഞ്ഞു അത് ഈശോയാണെന്ന്. ഈ കൊച്ചു പറയാണ്, കൊച്ചു പറയാണ്, എങ്ങാണ്ട് 5 or 6 വയസ്സുള്ളപ്പോൾ സംഭവിച്ചു വരുന്നു. ഈ കൊച്ചിന് 11 വയസ്സുണ്ട്. വേറൊരു കുഞ്ഞ് പറഞ്ഞു, ഞാനും എൻ്റെ മമ്മിയും എൻ്റെ അനിയനും കൂടെ നീന്താൻ പോയതാണ് ഒരു നീന്തൽ കുളത്തിൽ. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നീന്തുന്നത് കണ്ട്, എനിക്ക് നീന്തൽ അറിയില്ല, മമ്മിക്കും എൻ്റെ അനിയനും നീന്തൽ അറിയാൻ പാടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം നീന്തുന്നത് കണ്ട് എൻ്റെ അമ്മ ഇച്ചിരിയും ആഴമുള്ള സ്ഥലത്തേക്ക് എന്നെ ഉന്തിയിട്ടു. ഞാൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താന്നുപോയി. എൻ്റെ അമ്മ എന്നെ രക്ഷിക്കാൻ വന്നു, അമ്മയും താന്നുപോയി. ഞങ്ങൾ മരിക്കുമെന്നായപ്പോഴേക്കും ആരോ ഒരാൾ പുറത്തുനിന്ന് ഓടി വന്ന് ഞങ്ങളെല്ലാം വലിച്ച് പുറത്തേക്ക് കയറ്റി. മമ്മി പിന്നെ പറഞ്ഞു, അത് ദൈവം അയച്ചൊരു മാലാഖയാണെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളീ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുക, എന്തുകൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത? ചെറിയ കാര്യങ്ങൾ നമുക്ക് പരാതി, നാം മറന്നുപോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ നാം വായിക്കുന്നു, ഇത് നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിലാണ്. നിങ്ങളുടെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്താനും പരീക്ഷിക്കാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹിക്കാനുമായിരുന്നു അത്. വിശ്വാസം നഷ്ടപ്പെട്ടവരെല്ലാം ഓർക്കുക, ദൈവത്തിൻ്റെ ഈ അനന്തമായ പരിപാലന നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പരീക്ഷ ജയിച്ചത്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു സന്ദേശം ഇങ്ങനെയാണ്. ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സിസ്റ്റർ ദൈവവിളി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച്. അപ്പോൾ ഈ സിസ്റ്ററിനെ ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു പരിപാലനയും കാണാൻ പറ്റുന്നില്ല. അതാണ് സിസ്റ്ററിൻ്റെ പ്രശ്നം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയാണ്, നീ എങ്ങനെയാണ് ഈ രാജ്യത്തെത്തിയത്? നിൻ്റെ പരിശ്രമം കൊണ്ടോ നിൻ്റെ കഴിവ് കൊണ്ടോ ആണോ? ഈ സിസ്റ്റർ പറഞ്ഞു, അല്ല, അത് ദൈവമാണ് എത്തിച്ചത്. ഈ ദൈവം നിന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ നിന്നെ ദൈവവിളി നഷ്ടപ്പെടുത്താനാണോ അതോ ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണോ? അപ്പോൾ സിസ്റ്റർ പറയുകയാണ്, ഇവിടുത്തെ പ്രതിസന്ധിയും ബുദ്ധിമുട്ടൊക്കെ കണ്ടിട്ട് എനിക്ക് ദൈവവിളി ഇല്ല എന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, നീ എങ്ങനെ ഇവിടെ എത്തി? ദൈവമാണ് നിന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് നിന്നെ ഇതുവരെ എത്തിച്ചെങ്കിൽ ഈ ദൈവത്തിൽ നീ വിശ്വസിക്കുക. നീ അറിയണം, ഹെബ്രായർ 13:8, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ്. യേശു ക്രിസ്തുവിന് മാറ്റമില്ല, നിനക്ക് മാത്രമേ മാറ്റമുള്ളൂ. നിനക്ക് അവനിലുള്ള വിശ്വാസം കുറഞ്ഞു പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വിശ്വാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ലൂക്ക 17:5 നാം വായിക്കുകയാണ്, അപ്പസ്തോല പ്രവർത്തനത്തിൽ അപ്പസ്തോലന്മാർ ഇങ്ങനെ വായിക്കുകയാണ്, ഒരു പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ
അപ്പോൾ അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി 3 പ്രാവശ്യമായിട്ട് പറയാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ പ്രാർത്ഥിച്ചല്ലോ. ലൂക്ക 22:32 ഈശോ എന്താണ് ശിമിയോൻ പത്രോസിനോട് പറഞ്ഞത്? എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, നാം വിശ്വാസമുള്ളവരായിരിക്കണം എന്നതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി. അവർ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കാം, ചില യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കാം. അവർക്ക് ഒത്തിരി വിശ്വാസബന്ധമായ സംശയങ്ങളുണ്ടായിരിക്കാം. ഒരപ്പനും അമ്മയും എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി അവരുടെ വിശ്വാസത്തിൽ അവർ നിലനിൽക്കാൻ, അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായൊരു വലിയൊരു അനുഭവം എന്ന് പറയുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. സാക്ഷ്യങ്ങൾ, പ്രിയപ്പെട്ട നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ. അക്രൈസ്തവരായിട്ടുള്ളവർ അവരെല്ലാം എങ്ങനെയാണ് ഈശോയെ കണ്ടെത്തിയത്, ഈശോ എങ്ങനെയാണ് അവരോട് സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശ്വാസം വർദ്ധിക്കും. അപ്പോൾ നമ്മൾ എത്രയോ അധികമായി അവിടെ വിശ്വസിച്ചാലാണ്. 1 തിമോത്തി 6:12 നാം വായിക്കുകയാണ്, നമ്മൾ യുദ്ധം ചെയ്താലേ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ പടപൊരുതണം. പലപ്പോഴും വിശ്വാസം പലരുടെ ക്ഷയിച്ചു പോകാനുള്ള കാരണം അവർ ഈ വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യാറില്ല. വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇത് ദൃഢമായി ഏറ്റു പറഞ്ഞിട്ടുള്ളതാണല്ലോ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിനു വേണ്ടി പോരാട്ടം നടത്താതെ വിശ്വാസത്തിൽ നിലനിൽക്കുക സാധ്യമല്ല. നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ, നാം ആയിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിനെതിരെ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മളറിയണം, ഈ പ്രപഞ്ചത്തിൽ തന്നെ ജീവിച്ച ആളാണ് പരിശുദ്ധ കന്യകാമറിയം. ഈ മാതാവ് എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ലൂക്ക 1:45 വിശ്വസിച്ചു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ, ഭാഗ്യവതി? നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ദൈവവചനം പറയുന്നു, വിശ്വസിക്കുന്നയാളാണ് ഭാഗ്യവാൻ. കാരണം വിശ്വാസത്തിലൂടെ നടക്കാത്ത ഒന്നുമില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ വിശ്വാസം എന്ന ദാനത്തിനു വേണ്ടി തീഷ്ണതയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗപീഠകളും തകർച്ചകളും നമുക്ക് അവിടുത്തെ മുമ്പിൽ ഏറ്റുപറയാം. ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നിലെയും ഇന്നും ഒരുവൻ തന്നെയാണ്. അവിടത്തേക്ക് നമ്മോടുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും ഒരു കുറവുമില്ല. നമുക്ക് മാത്രമേ മാറ്റമുള്ളൂ. ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. ആ കുഞ്ഞുങ്ങളെ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അവർ ഇന്നും ഓർത്തിരിക്കുകയാണ് ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ. അവർക്കത് മറക്കാൻ പറ്റുന്നില്ല. അവർ പറയുമ്പോൾ തന്നെ കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് പറയുക, അത്രമാത്രം നല്ലവനാണെന്ന് അവർ ദൈവത്തെ